ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കിയാലോ. ബേസിക് സയൻസിൻ്റെ ഇന്നൊരു ചെറിയ ടോപ്പിക്കാണ്, എല്ലാവരും ഇന്ന് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇനി സാറ്റർഡേ സൺഡേ ക്ലാസ് ഇല്ല. പകരം സാറ്റർഡേ സൺഡേ ഇന്ന് വരെ പഠിപ്പിച്ച എല്ലാ ടോപ്പിക്സും എന്തായാലും ഷുവറായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, എല്ലാം പഠിക്കണം. ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കണം കേട്ടോ. സാറ്റർഡേ സൺഡേ ഫുൾ പഠിച്ചിട്ട് വേണം മൺഡേയിലത്തെ നെക്സ്റ്റ് ക്ലാസ് കേൾക്കാനായിട്ട്. അപ്പോൾ ഇന്ന് നല്ല സിമ്പിളായിട്ട് ഒരു ചെറിയ ടോപ്പിക് എടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് എല്ലാവരും ഉഴപ്പൊന്നും ചെയ്യരുത്. നമ്മൾ എന്തായാലും പഠിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം കളിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ ഇന്ന് നോക്കുന്നത് ഫെർട്ടിലൈസേഷൻ. എന്താണ് ഫെർട്ടിലൈസേഷൻ എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഫെർട്ടിലൈസേഷൻ? നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഒരു പ്ലാന്റ് ഉണ്ടാവുന്നതെന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ പോളിനേഷനെ പറ്റി പഠിച്ചൂലേ. പോളിനേഷനിൽ നമ്മൾ എന്താണ് പഠിച്ചത്? അതായത് നമ്മുടെ പോളൻ ഗ്രെയിൻസ്, ഫ്ലവറിലുള്ള പോളൻ ഗ്രെയിൻസിനെ ബേർഡ്സും ഇൻസെക്ട്സും ഒക്കെ വേറൊരു പ്ലാന്റിലെ ഫ്ലവറിലേക്ക് എത്തിക്കുകയോ അല്ലെങ്കിൽ ആ പ്ലാന്റിൽ തന്നെ സെയിം ഫ്ലവറിലേക്കോ അല്ലെങ്കിൽ ആ പ്ലാന്റിലെ ഡിഫറെൻറ്റ് ഫ്ലവറിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്ന ഫെർട്ടിലൈസേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നതെന്ന് പഠിച്ചു. ഓക്കെ, അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയോ? നമുക്ക് നോക്കാം. അപ്പോൾ പോളൻ ഗ്രെയിൻസ് എത്തി, ഇനി എന്നെ സംഭവിക്കും നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നോക്കിക്കേ, അതായത് നമ്മുടെ പോളൻ ഗ്രെയിൻസ് ഫാൾസ് ഓൺ ദ ഫ്ലവർ സ്റ്റിഗ്മ. ഓക്കെ, അപ്പോൾ ഈ ബേർഡ്സ് ഇൻസെക്ട്സ് ഒക്കെ പോളൻ ഗ്രെയിൻസ് നമ്മുടെ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, എന്നിട്ട് ഈ പോളൻ ഗ്രെയിൻസ് അവിടെ ഇരിക്കുമോ? ഇല്ല. എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? ഒരു പോളൻ ട്യൂബ് ഉണ്ടാക്കും. മനസ്സിലായോ? നമ്മുടെ സ്ട്രോ ഒക്കെ ഇല്ലേ, നമ്മൾ ജ്യൂസ് കുടിക്കുന്ന സ്ട്രോ ഇല്ലേ, അതുപോലത്തെ ഒരു ട്യൂബ്. ആ ട്യൂബിന് പറയുന്ന പേരാണ് പോളൻ ട്യൂബ്. അങ്ങനത്തെ ഒരു ട്യൂബ് ഉണ്ടാക്കും. ആരാണ് ഉണ്ടാക്കുന്നത്? നമ്മുടെ പോളൻ ഗ്രെയിൻസ്. നമ്മുടെ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലെത്തിയ പോളൻ ഗ്രെയിൻസ് എന്തുണ്ടാക്കും? ഒരു പോളൻ ട്യൂബ് ഉണ്ടാക്കൂലേ. എന്നിട്ട് ആ പോളൻ ഗ്രെയിൻസിലുള്ള ദ മെയിൽ ഗാമറ്റ്. ഓക്കെ, അതായത് മെയിൽ ഗാമറ്റ് മീൻസ് മെയിൽ റീപ്രൊഡക്റ്റീവ് സെല്ല്. ഓക്കെ, അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. അപ്പോൾ ദ മെയിൽ ഗാമറ്റ്, പോളൻ്റെ ഉള്ളിലുള്ള മെയിൽ ഗാമറ്റ് എന്ത് ചെയ്യും? ഈ പോളൻ ട്യൂബിലൂടെ ട്രാവൽസ് ത്രൂ ദ ട്യൂബ് ടു ദി. എങ്ങനെയൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നത്? നമ്മുടെ ഓവറിയിലേക്കാണ് ആര് ട്രാവൽ ചെയ്യുന്നത്? നമ്മുടെ മെയിൽ ഗാമറ്റ് ട്രാവൽ ചെയ്യുന്ന. അവിടെ ആരുണ്ട്? നമ്മുടെ ഫീമെയിൽ ഗാമറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൽ ഗാമറ്റ് പോളൻ ട്യൂബിലൂടെ നടന്ന് എവിടെ എത്തി? നമ്മുടെ ഓവറിയിലെ ഫീമെയിൽ ഗാമറ്റിൻ്റെ അടുത്ത് എത്തി. ഓക്കെ, അവർ ഫ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ അവർ ജോയിൻ ചെയ്ത് എന്തുണ്ടാകുന്നു? അവർ ജോയിൻ ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, സൈഗോട്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഫെർട്ടിലൈസേഷൻ. ഓക്കെ ആണോ? അപ്പോൾ ഫെർട്ടിലൈസേഷൻ എന്നാന്ന് മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഫെർട്ടിലൈസേഷൻ. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞ? പോളൻ ഗ്രെയിൻസ് ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലെത്തി. എല്ലാവരും ഇപ്പം തന്നെ പഠിച്ചു പോണേ. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഒരു ട്യൂബ് ഉണ്ടാക്കി, ഒരു പോളൻ ട്യൂബ്, ഒരു വഴി ഉണ്ടാക്കി. എന്നിട്ട് അതേക്കടെ നമ്മുടെ മെയിൽ ഗാമറ്റ് നമ്മുടെ ട്യൂബിലേക്കടെ ഓവറിയിലെത്തി. മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും ജോയിൻ ചെയ്ത് ആരുണ്ടായി? നമ്മുടെ സൈഗോട്ട് ഉണ്ടായി. അതിന് പറയുന്ന പേരെന്താണ്? ഫെർട്ടിലൈസേഷൻ. ഓക്കെ ആണോ? ഇനി നമുക്കൊരു ട്രിക്ക് പറഞ്ഞു തരട്ടെ. അതായത് ഒരു പോസ്റ്റ്മാൻ, നമ്മുടെ പോളൻ ഗ്രെയിൻ ഒരു പോസ്റ്റ്മാനാണെന്ന് വിചാരിച്ചോ. പോളൻ ഗ്രെയിൻ ഒരു പോസ്റ്റ്മാനാണ്. പോസ്റ്റ്മാൻ്റെ കയ്യിൽ എന്തുണ്ടാവും? ഒരു ലെറ്റർ ഉണ്ടാവില്ലേ. ആ ലെറ്റർ നമുക്ക് മെയിൽ ഗാമറ്റായിട്ട് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ പോസ്റ്റ്മാൻ ഈ ലെറ്റർ പോസ്റ്റ് ബോക്സിലിടണ്ടേ?
അപ്പോൾ പോസ്റ്റ് ബോക്സിൽ ഇടാനുള്ള ആ പൈപ്പീക്കടെയാണ് പോസ്റ്റ്മാൻ നമ്മുടെ ലെറ്ററായ മെയിൽ ഗാമറ്റ്. പൈപ്പ് ആണ് നമ്മുടെ പോളൻ ട്യൂബ്. എന്തിലേക്ക് ഇട്ടു? പോസ്റ്റ് ബോക്സിലേക്ക് ഇട്ടു. പോസ്റ്റ് ബോക്സ് ആണ് അവിടെ ആര്? നമ്മുടെ ഓവറി. അങ്ങനെ നമ്മുടെ ലെറ്റർ, ഓക്കെ, ലെറ്റർ നമ്മുടെ റിസീവർ, കിട്ടിയ ആൾ അല്ലെങ്കിൽ ആ ലെറ്റർ കിട്ടുന്ന ആൾ, അതാണ് നമ്മുടെ എഗ്. അവരെന്താണ്? എ ന്യൂ സ്റ്റോറി ബിഗിൻസ്. അവിടെ എന്താണ്? അവിടെ ഒരു പുതിയ ഒരു തുടക്കം, ഒരു കഥയുടെ തുടക്കം. അതായത് ഒരു ബേബി പ്ലാന്റ് അവിടെ എന്ത് ചെയ്യണു? ഉണ്ടാവുന്നു. മനസ്സിലായോ എല്ലാവർക്കും? അപ്പം ഇനി എല്ലാവരും മറന്നു പോവോ? എല്ലാവരും പഠിച്ചോ? എന്തായാലും പഠിക്കണം. പിന്നെ നിങ്ങൾ കമൻ്റ് ഇടാൻ മറന്നു പോകരുതേ. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടണേ, മറക്കാണ്ട് ഇടണം കേട്ടോ. ഓക്കെ, അപ്പോൾ സാറ്റർഡേ സൺഡേ എല്ലാവരും ഇരുന്ന് പഠിക്കണം. അപ്പോൾ എല്ലാവരും മടുത്തോ? ബോറടിക്കുന്നുണ്ടോ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ചെറിയ ടോപ്പിക്കിലേക്ക് പോയിട്ട് നിർത്തിയാലോ? ഇപ്പം തീരൂ കേട്ടോ. ഇവിടെ നോക്കിക്കേ, നമ്മുടെ പോളൻ ഗ്രെയിന് ഇവിടെ വന്ന് നിൽക്കുവാണേ. നമ്മുടെ പോളൻ ഗ്രെയിൻ ഇവിടെ വന്ന് നിന്നു. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഒരു പോളൻ ട്യൂബ് ഉണ്ടാക്കി. എന്നിട്ടോ ഈ പോളൻ ഗ്രെയിൻ ഈ പോളൻ ട്യൂബിലേക്കിടെ ഇറങ്ങി എവിടെ വരും? നമ്മുടെ ഓവറിയിൽ വരും. ഓക്കെ, എന്നിട്ട് ഓവറിയിൽ നമ്മുടെ എന്താണ്? എഗ്ഗായിട്ട്, നമ്മുടെ ഫീമെയിൽ ഗാമറ്റായിട്ട് ഫ്യൂസ് ചെയ്ത് എന്തുണ്ടാകുന്നു? ഒരു ബേബി പ്ലാന്റ് ഉണ്ടാകുന്നു. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ്? ഈ പടം നമ്മുടെ എക്സാമിന് വന്നിട്ട് അടയാളപ്പെടുത്താനായിട്ട് ചോദിക്കും. അപ്പോൾ എന്തായാലും തെറ്റിക്കാണ്ട് എന്ത് ചെയ്യണം? അടയാളപ്പെടുത്താനായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് എന്താണ്? പോളൻ ഗ്രെയിൻ, പോളൻ ട്യൂബ്, അതുപോലെ തന്നെ ഓവറി അടയാളപ്പെടുത്താനായിട്ട് എല്ലാവരും പഠിക്കുക. ഓക്കെ, ഇനി നമ്മളിപ്പോൾ പറഞ്ഞു ഫെർട്ടിലൈസേഷൻ അവിടെ സംഭവിച്ചു. മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും ജോയിൻ ചെയ്ത് ഒരു സൈഗോട്ട് ഫോം ചെയ്തു, അല്ലെങ്കിൽ ഒരു ന്യൂ പ്ലാന്റ് ഫോം ചെയ്തു. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഇവിടെ ഫെർട്ടിലൈസേഷന് ശേഷം എന്ത് സംഭവിക്കുമെന്നോ? നമ്മുടെ പെറ്റൽസ് എന്ത് ചെയ്യുന്നു? വെതർ, ദാറ്റ് മീൻസ് എന്താണ്? കൊഴിഞ്ഞുപോയി. ഓക്കെ, പെറ്റൽസ് എന്ത് ചെയ്യുന്നു? വെതർ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ്? ഫാൾ ഓഫ് എന്ന് പറഞ്ഞാലും മതി കേട്ടോ. ഓക്കെ, അപ്പോൾ പെറ്റൽസ് എന്ത് ചെയ്യുന്നു? ഫാൾ ഓഫ്, കൊഴിഞ്ഞു പോകുന്നു. ഇനി സെപ്പൽസ് സ്റ്റേ ഫോർ സം ടൈം ദെൻ ഡ്രൈ. കുറച്ച് നേരത്തേക്ക് നിൽക്കും, എന്നിട്ട് അവരെന്ത് ചെയ്യും? അവരും ഉണങ്ങിപ്പോവും. പിന്നെ നമ്മുടെ പെഡിക്കിൾ എന്ന് പറയുമ്പോൾ ആരെ ഓർക്കാനാണ് പറഞ്ഞേക്കുന്നത്? നമ്മുടെ ബലൂൺ, അതായത് ഫ്ലവറിനെ ഹോൾഡ് ചെയ്യുന്ന ആളാണല്ലേ പെഡിക്കിൾ. അപ്പോൾ ആ പെഡിക്കിൾ പിന്നെ എന്തിനെ ഹോൾഡ് ചെയ്യും? നമ്മുടെ ഫ്രൂട്ടിനെ ഹോൾഡ് ചെയ്യും. മനസ്സിലായോ? നമ്മുടെ ഫ്രൂട്ടിനെ ഹോൾഡ് ചെയ്യും. ഓക്കെ ആണോ? ഇനി ഓവറി എന്താവും? ബിക്കംസ് ഫ്രൂട്ട്. നല്ല ടേസ്റ്റുള്ള എന്തായിട്ട് മാറും? ഫ്രൂട്ടായിട്ട് മാറും. ആ ഫ്രൂട്ടല്ലേ നമ്മൾ കഴിക്കുന്നത്. നിങ്ങളുടെ ഫേവറേറ്റ് ഫ്രൂട്ട്സ് എന്തൊക്കെയാണ്? എല്ലാവർക്കും ഫ്രൂട്ട്സ് ഇഷ്ടമാണോ? ഓക്കെ, പിന്നെ നമ്മുടെ ഒവ്യൂൾ എന്തായിട്ട് മാറും? ബിക്കംസ് സീഡായിട്ട് ആര് മാറും? ഒവ്യൂള് മാറും. ഇനി സൈഗോട്ട് നമ്മൾ പറഞ്ഞു, മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും ജോയിൻ ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ? ആ സൈഗോട്ട് എന്താകുന്നു? ബിക്കംസ് എംബ്രയോ. അതായത് എന്താ? ബേബി പ്ലാന്റ് ഇൻസൈഡ് സീഡ്. സീഡിനുള്ളിൽ ഒരു ബേബി പ്ലാന്റ് ആയിട്ട് ഈ സൈഗോട്ട് എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും പഠിച്ചോ? അപ്പോൾ എന്താണ്? പെറ്റൽസ് എന്ത് ചെയ്യുന്നു? ഫാൾ ഓഫ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ. പെറ്റൽസ് ഫാൾ ഓഫ്. സെപ്പൽസോ സ്റ്റേ ഫോർ സം ടൈം. പിന്നെ എന്ത് ചെയ്യുന്നു? ദെൻ ഡ്രൈ. പെഡിക്കിൾ ഇപ്പം എന്താണ്? ഹോൾസ്. ഫ്രൂട്ട് ഓവറിയോ? ബിക്കംസ് ഫ്രൂട്ട്. ഓവറി ബിക്കംസ് ഫ്രൂട്ട്. ഒവ്യൂൾ എന്താണ്? ബിക്കംസ് സീഡ്. ഓക്കെ ആണോ? ഇനി സൈഗോട്ട് എന്താകും? എംബ്രയോ. ബിക്കംസ് എംബ്രയോ. എല്ലാവരും പഠിച്ചോ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഫെർട്ടിലൈസേഷൻ പഠിച്ചു, ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ പഠിച്ചു. എല്ലാവരും ക്ലിയർ ആയോ?
ഒരു 1 മിനിറ്റ് എടുത്തുകൊണ്ട് എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കി, എന്തൊക്കെയാണ് പഠിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചേ. എല്ലാവരും ചിന്തിക്കണം കേട്ടോ. എല്ലാവരും ജസ്റ്റ് ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും പറഞ്ഞോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണ്ടോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും പറ്റൂ കേട്ടോ. ഇവിടെ നോക്കിക്കേ. What happens to pollen grain after pollination? പോളിനേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പോളൻ ഗ്രെയിന് എന്നാ സംഭവിക്കുന്നത്? നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? പോളൻ ഗ്രെയിൻസ് എന്തുണ്ടാക്കും? ഒരു ട്യൂബ് ഉണ്ടാക്കൂലേ? എന്നിട്ട് എവിടെ ചെല്ലും? നമ്മുടെ ഓവറിയിലേക്ക് ചെല്ലും. അപ്പോൾ പോളൻ മേക്സ് എ ട്യൂബ് ടു ഗോ ഇൻസൈഡ് ദ ഫ്ലവറിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് എന്തുണ്ടാക്കും? ഒരു ട്യൂബ് ഉണ്ടാക്കൂലേ? ഓക്കെ, അപ്പോൾ മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, പോളൻ ഗ്രെയിൻസ് മേക്സ് എ ട്യൂബ് ടു റീച്ച് ദി ഓവറി. അങ്ങനെ പറഞ്ഞാലും മതി. അപ്പോൾ എല്ലാവരും പഠിച്ചോ? നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ എല്ലാവരും പറഞ്ഞോ? എല്ലാവർക്കും പോയിൻ്റ് കിട്ടിയോ? നമുക്ക് 4 പോയിൻറ്റ്സ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും പറഞ്ഞവർക്ക് 1 പോയിൻ്റ് കിട്ടി കേട്ടോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുമ്പോൾ ആൻസർ പറയുന്നവർക്ക് 2 പോയിൻറ്റ്സ് കിട്ടും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എത്ര പോയിൻറ്റ്സ് കിട്ടി നിങ്ങൾ പറയണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇപ്പോൾ ക്ലാസ്സിലായിരുന്നെങ്കിൽ നമുക്ക് സ്റ്റാർ ഇട്ട് കൊടുക്കാമായിരുന്നു. ഇപ്പോൾ നിങ്ങളെ കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ നിങ്ങൾക്ക് എത്ര പോയിൻറ്റ്സ് കിട്ടി എന്നുള്ള കാര്യം. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരാൻ പോവാ കേട്ടോ. ഇത് ഹൗ ഡസ് ദ മെയിൽ ഗാമറ്റ് റീച്ച് ദ ഓവറി? എങ്ങനെയാണ് മെയിൽ ഗാമറ്റ് നമ്മുടെ ഓവറിയിൽ എത്തുന്നത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. കുറേ പേരൊക്കെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. കുറേ പേരൊക്കെ ഇങ്ങനെ മടിച്ചിരിക്കാമല്ലോ. അപ്പോൾ എങ്ങനെയാണ് എല്ലാവരും പറഞ്ഞു ഒന്ന്. യെസ്, അതായത് എന്താണ്? ഈ ട്രാവൽസ് ഇൻസൈഡ് ദ പോളൻ ട്യൂബിലൂടെ ആര് പാസ് ചെയ്യുന്നു? മെയിൽ ഗാമറ്റ് പാസ് ചെയ്യുന്നു, എന്നിട്ട് ഓവറിയിൽ എത്തുന്നു. അപ്പോൾ എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മെയിൽ ഗാമറ്റ് ട്രാവൽസ് ത്രൂ ദി പോളൻ ട്യൂബ് ടു റീച്ച് ദി ഓവറി എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായോ? അപ്പോൾ മെയിൽ ഗാമറ്റിനെ നമുക്കൊരു പാസഞ്ചറായിട്ട് കൂട്ടാം, ഒരു യാത്രക്കാരൻ. പോളൻ ട്യൂബിനെ നമുക്കൊരു ബസ്സായിട്ട് കൂട്ടാം. ഓവറി നമുക്ക് ഇറങ്ങേണ്ട ബസ് സ്റ്റോപ്പായിട്ട്. അപ്പോൾ നമ്മൾ പാസഞ്ചർ എന്തിൽ കയറുന്നു? ബസ്സിൽ കയറുന്നു. എന്നിട്ട് എവിടെ എത്തുന്നു? ബസ് സ്റ്റോപ്പിൽ എത്തുന്നു. അപ്പോൾ എല്ലാവരും പഠിച്ചോ? അപ്പോൾ ഇതിന് പോയിൻ്റ് എല്ലാവർക്കും കിട്ടിയോ? അങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റിനും ഈ ക്വസ്റ്റിനും ആൻസർ പറഞ്ഞവർക്ക് 2 പോയിൻറ്റ്സ് ആയിട്ടോ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫെർട്ടിലൈസേഷൻ? ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ എന്താ? എല്ലാവരും പറഞ്ഞേ. യെസ്, ഇറ്റ് ഈസ് ദ ജോയിനിങ് ഓഫ് മെയിൽ ഗാമറ്റ് ആൻഡ് എഗ് ടു ഫോം എ സൈഗോട്ട്. ഓക്കെ, അപ്പോൾ മെയിൽ ഗാമറ്റ് അല്ലെങ്കിൽ മെയിൽ ഗാമറ്റ് ആൻഡ് എഗ് ജോയിൻസ് ആൻഡ് ഫോം എ സൈഗോട്ട്. ദ പ്രോസസ് ഈസ് കോൾഡ് എന്താണ്? ഫെർട്ടിലൈസേഷൻ. ഓക്കെ, നമ്മുടെ ഗാമറ്റ്സ് ഗാമറ്റ്സ് 2 വ്യക്തികളാണെങ്കിൽ അവരുടെ മാരേജ്, എന്നിട്ട് അവർക്കൊരു ബേബി ഉണ്ടാകുന്നു എന്ന് ഓർത്താലും മതി. ഓക്കെ ആണോ? അപ്പോൾ ഇറ്റ് ഈസ് ദ ജോയിനിങ് ഓഫ് മെയിൽ ഗാമറ്റ് ആൻഡ് എഗ് ടു ഫോം എ ബേബി സെൽ. അപ്പോൾ എല്ലാവരും പറഞ്ഞോ? എത്ര പേർക്ക് 3 പോയിൻറ്റ്സ് കിട്ടി? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഓക്കെ, റെഡിയാണോ എല്ലാവരും? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബൈ വിച്ച് നെയിം ഇസ് ദ ഫെർട്ടിലൈസ്ഡ് എഗ് നോൺ? നമ്മുടെ മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും ജോയിൻ ചെയ്ത് ഉണ്ടാവുന്നത് ആരാണ്? സൈഗോട്ട്. അപ്പോൾ 4 പോയിൻറ്റ്സ് കിട്ടിയവർ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യണം, ടീച്ചർ എനിക്ക് ഫുൾ മാർക്ക് കിട്ടിയെന്ന് പറയണം. ഓക്കെ, 4 മാർക്സ് കിട്ടിയെന്ന് പറയണം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ പോയിൻറ്റ്സ് കുറഞ്ഞു പോയവർ വിഷമിക്കേണ്ട, നമുക്ക് അടുത്തതിന് നമ്മൾ വാങ്ങിച്ചിരിക്കണം അല്ലേ? അപ്പോൾ നമുക്ക്
നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുപോലെ എല്ലാം നല്ല മിടുക്കരായിട്ട് ആൻസർ ചെയ്യണം. എല്ലാവരും പഠിച്ചിട്ട് വന്നോ കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എന്താണ്, എല്ലാവരും പഠിച്ചിട്ട് വരുമോ? അപ്പോൾ ഇത്രയും പഠിച്ചത് എല്ലാവരും പഠിക്കുക. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. എന്തായാലും എന്താണ്, ഫുൾ മാർക്ക് ഉറപ്പാണ്. പിന്നെ ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ക്ലാസ്സിൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ എല്ലാവരും കമൻറ്റ് ഇടുമോ, നല്ലതായിരുന്നു എന്ന് പറയൂ എല്ലാവരും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് നെക്സ്റ്റ് മൺഡേ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, ബൈ.